Guys, hello guys, welcome back to our YouTube vlog. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഇതെന്താ ഞാൻ പൂങ്കണ്ണു ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ലീനേച്ചിയുടെ കുടിയിരിക്കലിനാണ്. നിങ്ങളെ നാട്ടില് കുടിയിരിക്കലിന് എന്താണ് പറയാ? കമന്റ് ബിലോ. വീട് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ഈ പൂ തരുവാവോ? നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ രമ്യ ചേച്ചി ആൻഡ് ലിൻഡു ചേച്ചി. നമ്മുടെ സഫ്നാന്റെ കോസ്റ്റ്യൂം പുയ്യാപ്പിള വാങ്ങിത്താണോ? അതെ. ലിൻഡു ചേച്ചി ഗൈസ് മഞ്ഞ കിളി ആയിട്ടുണ്ട്. എന്താ പറയാ, നിശ്ചയത്തിന് തൂക്കണ നല്ല രസമല്ലേ? നമ്മള് കുറെ നേരം കേട്ടോ ഈ പേരന്റെ മുമ്പിൽ തൊള്ളിയും പൊളിച്ചിരിക്കണ സംഭവം എന്താ വെച്ചാൽ നമ്മളെ കൂടെ വന്ന ഒരാൾ നമ്മള് വെയിറ്റ് ചെയ്യാണ്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഫുഡ് മാത്രമേ ശരിക്കും ലിജോസ് ബ്രദർ വെയിറ്റ് ചെയ്യാം. പാർക്ക് ചെയ്യാൻ പോയതാണ് 1 മണിക്കൂർ, ഇതുവരെ ആളെത്തിയിട്ടില്ല. അങ്ങനെ എല്ലാവരും വന്ന ശേഷം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. കയറി അപ്പത്തന്നെ അവർക്ക് ചായയൊക്കെ തന്നീനെ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ അങ്ങനെയാണല്ലോ നമ്മളങ്ങോട്ട് കുടിച്ച് കിടന്ന്. അപ്പോൾ ഇതിന് നമ്മളൊപ്പം വന്നവരൊക്കെ ഓൾറെഡി ബിരിയാണിയൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി നമ്മളങ്ങ് ചോദിച്ചു എങ്ങനെയുണ്ട് ഫുഡ് കൊള്ളാവോ എന്നൊക്കെ നമ്മൾ ചോദിച്ചെടുത്ത് പറഞ്ഞിട്ടോ. അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഇവരെ കണ്ട സന്തോഷത്തിൽ നമ്മളങ്ങോട്ട് മദ്യം മറന്നുപോയി. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഉടമ. ഓല് ഇങ്ങനെ ഫോട്ടോ സെക്ഷനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ നമ്പൂതിരി അല്ല എന്തോ പറയൂട്ടോ അല്ലെ, ആ ഡ്രസ്സൊക്കെ ഇട്ടാക്ക്. പിന്നെ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ വീടൊക്കെ കാണാൻ പോയി. വീട് കാണാൻ പോയപ്പോഴത്തെ കാര്യം പറയണ്ട. കുടുംബശ്രീ പോലെ ഈ ബൾബിന് എത്ര ആയിട്ടുണ്ടാവും റേറ്റ്. ഇവിടുത്തെ ഇന്റീരിയർ അടിപൊളിയാണല്ലോ, ഇത് പോരാ, ഇത് ചെയ്ത് പോരാ, അങ്ങനെ എല്ലാവിധ കോംപ്ലിമെന്റ്സും അതുപോലെ അൺകോംപ്ലിമെന്റ്സും അങ്ങനെ എല്ലാവിധ കുറ്റങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയേന്. അതിന് അങ്ങനെയുള്ളൂ തമാശ കിട്ടും. പിന്നെ നമ്മൾ കുറേ മിറർ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇതാണ് ഞാൻ കണ്ട കേരളം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറേ മിറർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് പിന്നെ അതാണല്ലോ മിറർ കാണണം, അതാണ് നമുക്ക് വേണ്ടി. പിന്നെ കുറേ മേക്കപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാവണം വീട്ടിൽ. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലത്തെ എല്ലാ മിററും ചിലപ്പോൾ എൻ്റെ ഈ ക്യാമറയിൽ ഉണ്ടാവും. കാരണം എല്ലാ സ്ഥലത്തും പോയിട്ട് ഞാൻ ഒരു മിറർ പോലും വെറുതെ വിടാതെ ഞാൻ എല്ലായിടത്തും വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പക്ഷെ പറയാൻ നിൽക്കാൻ വയ്യ. എല്ലാ റൂമത്തെ ഇൻറ്റീരിയർ വർക്ക്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ന്യൂജൻ രീതിക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അടിപൊളിയാണ് കാണാൻ. നമ്മൾ പിന്നെ കുറേ തൊള്ളിയും പറഞ്ഞ് അതിൽ കൂടിയൊക്കെ നടന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഇത് അടുത്തൊരു മിറർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഷോയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ രണ്ടാളൊരു പട്ടി ഷോ ആയിട്ടത് നിങ്ങൾ നമ്മളെ മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പണിൻ്റെ ഒക്കെ അടിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കലൊക്കെ പോണത് വളരെ ചുരുക്കമാണ് പറഞ്ഞാൽ തീരെ പോകലെന്നെ അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴേലൊക്കെയാണ് നമ്മളെല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ച് പോകുക. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എന്തായാലും നമ്മളെ മുഖത്തുണ്ട്. പിന്നെ ഒരു കുടിക്കൽ പരിപാടിയും കൂടി ആകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റത്തെ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഒരു കെട്ടി ഒരുങ്ങി അല്ലെങ്കിൽ നല്ല രസത്തിലൊക്കെ ഒരുങ്ങി വരുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇത് ചേച്ചിൻ്റെ ഒരു വീട് കാണൽ, അല്ലെങ്കിൽ നമ്മൾ മലപ്പുറംകാർ കുടിരിക്കലിനാട്ടോ ഇതിന് പറയാം. അതുപോലെ കുറേ ടീംസ് കുട്ടൂസ് എന്ന് പറയുന്ന പോലെ ഉണ്ട്. അതുപോലെ വീട് കയറലെന്നോ വീട് താമസിക്കലോ അങ്ങനെ എന്തൊക്കെയോ പല ആൾക്കാരുണ്ട്. നിങ്ങളെ അവിടേക്ക് എന്താ പറയാന്നില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ, എന്നാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീടിൻ്റെ മേലേക്ക് കയറുന്നോടത്ത് തന്നെ ഒരു ബാൽക്കണി പോലത്തെ സംഭവം ഉണ്ട്. ഇനി ബൈബിൾ കണ്ട് ഈ ബൾബ് കണ്ടപ്പോൾ അതിന്മേൽ തന്നെ മറ്റേ തൊട്ടുങ്ങാണ്ട് ഇപ്പോൾ കൊയിച്ചടിച്ചു എന്നുള്ള രീതിക്ക് ഇനി മറ്റേ ജംസിൻ്റെ ഒരു പരസ്യത്തിലല്ലോ പിക്കിള പിം നമ്മളതൊക്കെ പറയേനി. പിന്നെ ഇവിടെ കല്ല ഭംഗിയുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തീരില്ലേ. ചേച്ചി അപ്പോൾ ഇതിന് സോഫ കണ്ടപ്പോൾ സോഫേൻ്റെ ഒരു സെറ്റപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് നിൽക്കണം. ഞാൻ അപ്പോഴും വല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ച് ലാസ്റ്റ് വല്ല എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഫുഡ് പറഞ്ഞാൽ ഒരു 1.5 നല്ല അടിപൊളി ബൊഫെ വിത്ത് ചിക്കൻ ഫ്രൈ. എന്നിട്ട് നമ്മൾ നേരെ പോയി കാവ കുടിച്ചാനാണ്. കാവ പിന്നെ മസ്റ്റാണല്ലോ. ഇതൊരു അറബിക്ക് കാവ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പാണ്. അപ്പോൾ അതും കുടിച്ചു. പിന്നെ ലൈമാണ് നമ്മളെ സ്ഥിരം കാവകളിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതും കുടിച്ചു നോക്കി. അപ്പോൾ ചേച്ചിമാരിങ്ങനെ എക്സ്പ്രഷൻ ഇടുകയാണ് ഇതല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാമെന്നുള്ള രീതിക്കൊക്കെ. പിന്നെ ഇവള് രണ്ടും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓളോട് ഞാൻ ചോദിച്ചപ്പോൾ കൊള്ളാം ഒപ്പിക്കൽസ് ആണ് ഉള്ളത് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ആ കാവ ഞാൻ വാങ്ങിയത് ഇനി പിന്നെ എന്നെ കൊണ്ട് ഇത് കുടിച്ചാൽ തീർക്കാൻ കഴിയൂലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്, നിങ്ങൾ എന്തായാലും ഇത് കുടിച്ച് നോക്കണം. അങ്ങനെ ഞാൻ പിടിപ്പിച്ചതാണ് ഗൈസ്. അത് എന്തായാലും കുടിച്ച് തീർത്തപ്പോൾ എനിക്കൊരു സന്തോഷമായി. പിന്നെ ചേച്ചി കാര്യത്തില്ല, എനിക്ക് ഇനിയും വേണമെന്നുള്ള രീതിക്കായി ചേച്ചി. പിന്നെ നമുക്കിന്ന് പോണ്ടേ, അത് പറഞ്ഞ പോലെ നമ്മൾ പിന്നെ വാങ്ങിയില്ല തോന്നുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒപ്പം നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാന്നുള്ള രീതിക്കായി. അതിൻ്റെ ഇടയിൽ ഒരുത്തം പറഞ്ഞു ഇത് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, മുതിർന്നവരൊക്കെ മുന്നിൽ കയറി നിൽക്കാൻ വല്ല ട്രോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ തേജസ് കേട്ടോ. ഇത് നമ്മളെ തേജസ് സോനി താരാണ് നമ്മൾ അവിടുത്തെ വീട്. എങ്ങനെയുണ്ട്? അടിപൊളി, വീട് അടിപൊളിയാണ്. നല്ല നമ്മുടെ പോകുന്നതിനൊരു എൻഡ് കുറിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പൊ നമ്മളിനി പോവുകയാണ്. ഇതാണ് സഖി, മെയിനാണ് ഇവിടുത്തെ മെയിൻ. ജോണി മേച്ച് എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഈ ചേച്ചിന്റെ വീടൊക്കെ ഇഷ്ടമായോ? അടി
ഇത് നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ ചേച്ചിമാർ തന്നെയാണ്, നമ്മളെ കൂടെ ഉള്ളത് തന്നെയാണ്, നമ്മളെ സ്വന്തം ആൾക്കാർ തന്നെ. അതന്നെ. അപ്പോൾ ഇവര് വരില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മളൊരു പൂർത്തീകരിച്ചു എന്ന് പറയില്ല ടീം അംഗങ്ങൾ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ നാട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുകയാണ്. പോണം പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ കരയില്ല. അതേപോലെ ലാസ്റ്റ് ഫൈനലിൽ നമുക്ക് നമ്മളെ ചേച്ചിനെ ഫ്രീ ആയിട്ട് കിട്ടിയേക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചേച്ചിനോട് ഇങ്ങനെ കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എത്ര ആയി വീടിന്, എത്ര ലക്ഷം ആയിട്ടുണ്ടാവും, എത്ര ഉണ്ട് ലോണ്, ഈ അസല് കുടുംബശ്രീ തന്നെ. അതായത് ചേച്ചി കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും അറിയാലോ ഒരു വീടൊക്കെ കയറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളവിടുന്ന് ഒരു വെള്ളക്കുപ്പിക്കായിട്ട് വെള്ളത്തിന് ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വിട പറയാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളർ തന്നെയാണ് വെള്ളക്കുപ്പിക്കും എന്നൊക്കെ പറയുന്നത്. പിന്നെ ആരോ പറഞ്ഞു ഈ കിണറ്റിലുണ്ടല്ലോ, കിണറ്റിലെന്താ പുളിങ്കൊമ്പില്ലേ അതിൻ്റെ പലക വെക്കും അത്ര, അത് കിണറ്റിന് തണുപ്പ് കിട്ടാനാണ് അത്ര. അങ്ങനെ ഞാൻ വല്ല നാളെ തന്നെ പോയിട്ട് ഒരു പെര കയറ്റണ വൈബിലേനി ഉണ്ടത്. ഞാൻ എല്ലാ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ ഇതിന് എത്ര എക്സ്പെൻസ് ആവും, കർട്ടൻ എത്ര എക്സ്പെൻസ് ആവും, സിറ്റിംഗ് കൗച്ചിന് എത്ര എക്സ്പെൻസ് ആവും, ഞാൻ നോക്കി കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ ഇതിൻ്റെ അടുക്ക് പുളിങ്കൊമ്പ് കിണറ്റിൻ്റെ അടിയിലിട്ടാൽ തണുപ്പുണ്ടാകും വെള്ളത്തിന് പറഞ്ഞത്. അപ്പോൾ അതും കൂടി അവൻ്റെ തീരുമാനമായും എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഞാനൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ പിന്നെ ലാസ്റ്റ് യാത്രയ്ക്ക് തിരിക്കണ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മളെ ലിജോസ് ബ്രദർ, നമ്മളെ ബ്രദറിന് ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലം കൂടെ കാണണം പറഞ്ഞുകൊണ്ട് നമ്മളത് കാണാൻ പോയി. എന്നിട്ട് ഷെഫിനെ വലിയ ഇമാരമാതിരി മലയാളമാതിരി ഷെഫിന് ഇതിൻ്റെ ഒരു പ്ലാനൊക്കെ എങ്ങനെയാണ്, ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണെന്നൊക്കെ മെയിനായി ചോദിക്കണ്ടേനി. എല്ലാം കണ്ടറിഞ്ഞ ശേഷം തൃപ്തിയായിക്കൊണ്ട് നമ്മൾ അവിടുന്നും യാത്ര തിരിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബുദ്ധി വെച്ചിട്ട് കല്ലൊക്കെ ഉറപ്പുണ്ടോയെന്ന് മാത്രം നോക്കാൻ എനിക്കറിയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി ഉറപ്പുണ്ടെന്ന് വരുത്തിയ ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.